TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ. എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. നിന്റെ ദയ പ്രാണനേക്കാൾ നല്ലതല്ലയോ. എന്റെ നീതി നിന്റെ കൃപ ഒന്നു മാത്രമേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. ന്യായപ്രമാണത്തിന് അല്ല, കൃപയ്ക്കത്രേ നിങ്ങൾ അധീന്. ന്യായപ്രമാണത്തിന് അല്ല, കൃപയ്ക്കത്രേ നിങ്ങൾ അധീന്. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയോ ഇല്ല, ഒരു നാളുമില്ല. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയോ ഇല്ല, ഒരു നാളുമില്ല. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. രോഗസൗഖ്യം നിന്റെ ദാനമല്ലോ, അത്ഭുതങ്ങൾ നിന്റെ കരമല്ലയോ. ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതോ ഞാനല്ല. ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതോ ഞാനല്ല. ജീവിക്കുന്നതോ ഇനി ക്രിസ്തുവിനു വേണ്ടി മാത്രമല്ല, എന്റെ യേശു മാത്രം. ജീവിക്കുന്നതോ ഇനി ക്രിസ്തുവിനു വേണ്ടി മാത്രമല്ല, എന്റെ യേശു മാത്രം. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. കൃപ കൃപ കൃപയാണേ, ഞാനവൻ കൃപയിലാണേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി.
TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കഴിയുന്നത്, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വെഞ്ഞാറമൂട് നിന്നുള്ള രാജീവൻ എന്ന് പേരുള്ള ഒരു ബ്രദറിൻ്റെ അത്ഭുത സാക്ഷ്യമാണ്. ബ്രദറിന് പറയാനുള്ളത് തൻ്റെ കുഞ്ഞുങ്ങളുടെയും തൻ്റെ കുടുംബത്തിന് മുഴുവനുമായി കർത്താവ് കൊടുത്ത ഒരു സൗഖ്യത്തെയാണ് ഈ ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ബ്രദറിന് പറയാനുള്ളത് തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് കിട്ടിയൊരു അനുഭവമാണ്. ആ കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് 7-ാം മാസത്തിൽ ഫ്ലൂയിഡ് പൊട്ടുകയും അതിനെ തുടർന്ന് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഒരു ഡെലിവറി നടക്കുകയും 1.5 കിലോ മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞ് ആരോഗ്യത്തിലേക്ക് വരികയും ചെയ്തു. കർത്താവ് ചെയ്ത അത്ഭുതം എത്ര വലുതാണ്. അതേപോലെ തന്നെ തൻ്റെ 2ാമത്തെ കുഞ്ഞിനും കാലുകൾക്ക് ചെറിയ പ്രയാസമുണ്ടായിരുന്നു. അതിന് ഷൂസ് ഇടാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. ആരോഗ്യമുള്ള കാലുകളെ കർത്താവ് കൊടുത്തു. അതോടൊപ്പം തന്നെ ബ്രദറിൻ്റെ ലൈഫിലും തൻ്റെ 18-ാം വയസ്സ് മുതലുണ്ടായിരുന്ന ദുശീലങ്ങളിൽ നിന്നും കർത്താവ് പൂർണ്ണമായും വിടുവിച്ചു. ഒരു കുടുംബത്തെ, ഒരു വീടിനെ മുഴുവൻ കർത്താവ് മാറ്റുകയാണ്. തൻ്റെ 2 കുഞ്ഞുങ്ങളെയും കർത്താവ് സൗഖ്യമാക്കി ആരോഗ്യത്തെ കൊടുത്തു. തൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും കർത്താവ് കരുതുവാനിടയായി. ആ കുടുംബത്തെ കരുതുവാനിടയായി തീർന്നു. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇടയിൽ വെഞ്ഞാറുമൂടിൽ നിന്ന് രാജീവൻ ബ്രദർ ഉണ്ട്. തനിക്ക് തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ്, ഭാര്യ ദീപ, 2 മക്കൾ, ഇവരുമായിട്ടാണ് താനൊന്ന് വന്നിട്ടുള്ളത്. അവരുടെ സാക്ഷ്യം ഞാൻ മീറ്റിങ്ങിന് മുമ്പ് അവിടെ സംസാരിക്കുമ്പോൾ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ആ കുഞ്ഞിനെ ഉണ്ടായ സൗഖ്യം ഭയങ്കരമോ. ഒരു സ്പെഷ്യൽ ഷൂ ഇടണമെന്ന് പറഞ്ഞ മോനാണ് ഓടി നടന്ന് ആരോഗ്യമുള്ള കാലിന്റെ ഉടമസ്ഥനായിരിക്കുന്നത്. കഴിഞ്ഞില്ല, മൂത്ത മകൻ 1.5 കിലോ വെയിറ്റുള്ളതായിട്ടാണ് നമ്മുടെ മീറ്റിങ്ങിന് വന്നത്. കർത്താവ് ആ മോന് ആരോഗ്യം കൊടുത്തു എന്ന് മാത്രമല്ല, അവൻ മിടുക്കനായിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്നു. 18 വയസ്സ് മുതൽ മദ്യപിച്ചിരുന്ന രാജീവൻ ഇന്ന് മദ്യപാനിയല്ല, കർത്താവിന്റെ കൃപയാൽ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞ സോളി. ഒരു കുടുംബം യേശുവിനെ അറിഞ്ഞാൽ ആ വീടിന്റെ സ്ഥിതി തലകീഴായി മാറുന്ന വിധത്തിൽ ദൈവം മാറ്റിക്കളയും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന സാക്ഷ്യം പറയുന്നത്. രാജീവ് ബ്രദറിനും വൈഫ് ദീപയ്ക്കും സ്റ്റേജിലേക്ക് വന്നാട്ടെ, കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് വന്നാട്ടെ. ആർക്കും എന്നെ അപഹരിപ്പാൻ കഴിയില്ല, 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 കഴിയില്ല. മുന്നോട്ട് വന്നാട്ടെ. രാജീവ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സ്ഥലം ഒന്ന് പറയാവോ? വെഞ്ഞാറമൂട് എന്ന് എഴുതിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? വിട്ടുവിള എന്ന സ്ഥലം. എത്ര നാളെ നമ്മുടെ ചർച്ചിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് പറയാവോ? എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവിനൊത്തോടെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഞാൻ ചർച്ചിൽ വരുന്നത്. വിവാഹത്തിന് ശേഷമാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഓക്കെ, പ്രാർത്ഥനയ്ക്ക് വരാനുണ്ടായ സാഹചര്യം പറയാമോ മോൾക്ക്? സാഹചര്യം, ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴേ ഇപ്പൊ 7-ാം മാസത്തില് ഇങ്ങനെ വെള്ളം പൊട്ടി കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞ്, അതായത് വെള്ളം പൊട്ടിപ്പോയി, ഫ്ലൂഡ് പോയി, അങ്ങനെ 7-ാം മാസത്തിൽ ആ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. മോളുടെ അമ്മ അന്ന് നമ്മുടെ പ്രയർ സെന്ററിൽ വന്ന്, അല്ലെങ്കിൽ പ്രാർത്ഥന മീറ്റിംഗ് വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് ആശുപത്രിയിൽ എന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ അങ്ങ് വീട്ടിൽ വന്നതിന് ശേഷം ആ മാസത്തിൽ തന്നെ പ്രസവിച്ച്. വെള്ളം പൊട്ടിപ്പോയി, കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ട് മോള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അമ്മ വന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് മോള് പ്രസവിച്ചു. ആരോഗ്യത്തോടെ കുഞ്ഞിനെ പ്രസവിച്ചു. ആ മോനാണ് ഈ നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അതിനെ തുടർന്നാണ് മോള് യേശുവിനെ അറിയാനിടയായത്. എന്ന് പറയാമോ, എത്ര മാസത്തിലായിരുന്നു പ്രസവിച്ചേ? 7-ാം മാസത്തിൽ. എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? എനിക്ക് ആ കുഞ്ഞിനെ കണ്ടു തന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ട്. 1.5 കിലോ ഉള്ളായിരുന്നു. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു തുണിക്കകത്ത് പൊതിഞ്ഞായി കൊച്ചിനെ കൊണ്ടുവന്ന് ഇന്നത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. 1.5 കിലോ വെയിറ്റേ ഉള്ളായിരുന്നു. അവന് മിടുക്കനായി സുന്ദരനായി നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. ഒരു നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. ആമേൻ.
1.5 കിലോ വെയിറ്റ് ഉള്ളപ്പോഴാണ് കുഞ്ഞിന് 1.5 കിലോ വെയിറ്റ് ഉള്ളായിരുന്നു. തുടർന്ന് എന്താണ് പിന്നെ അതിനുശേഷം നമ്മൾ കയ്യിൽ കൊടുക്കരുതെന്ന് പറഞ്ഞ് പുറത്തിറക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്ന് 20 ദിവസമായപ്പോ തന്നെ ചർച്ചിൽ വന്നായിരുന്നു. എന്ന് പറഞ്ഞ ആരുടെ കയ്യിലും കൊടുക്കരുത്, കൊച്ചിനെ പുറത്തിറക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് മോള് 20 ദിവസമായപ്പോ പള്ളി വന്നു. അത് ഭയങ്കര കാര്യമായി പോലൂടി മോള്. ഓക്കെ, പറഞ്ഞേട്ടെ. 20 ദിവസമായപ്പോ പള്ളി വന്നു. അപ്പൊ ഇവന്റെ വെയിറ്റ് അപ്പൊ 1.5 കിലോ ഉള്ളൂ. 1.5 കിലോ ഉള്ളായിരുന്നു. ബ്രദറിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പോയപ്പോഴും 1/2 കിലോ കൂടെ കൂടി 2 കിലോ. 1.5 കിലോ ഉണ്ടായിരുന്ന കുഞ്ഞ് പ്രാർത്ഥിച്ചതിന് അന്ന് 1/2 കിലോ കൂടിയെന്നാണ്. അതിനുശേഷം വീണ്ടും പരിശോധിച്ചപ്പോൾ ഓക്കെ. എന്നിട്ട് വേറൊരു കാര്യം കൂടെ മോൾ എഴുതിയിട്ടുള്ളത്, പോളിയോ ഹോമിലാണ് മോള് വന്നതെന്ന് എഴുതിയിട്ടുണ്ട്. സ്പീക്കറിനോട് ചെട്ട് ചേർന്നാണ് സീറ്റ് കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. വലിയ ശബ്ദം കുഞ്ഞിനെ ശല്യപ്പെടുത്തുമെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ കുഞ്ഞ് ശാന്തമായിരുന്നു എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണോ? അതൊരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. സ്പീക്കറിന് മുമ്പിൽ നമുക്കിരുന്നാൽ പോലും പ്രയാസമാണ്. അതുപോലെ 1.5 കിലോ ഉള്ളതിനായിട്ട് ഇരുന്നായിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരുന്നു? പറഞ്ഞേട്ടോ മോളെ. അത് കുഞ്ഞ് സമാധാനമായിട്ട് ഒന്നിരുന്ന് കേട്ടു, കരഞ്ഞിട്ടില്ല. ഒന്ന് കൈയടി കൊടുത്തേ കർത്താവേ. നമുക്കൊരു പക്ഷേ ഒരു ചെറുതായിട്ട് തോന്നാം, പക്ഷെ 1.5 കിലോ ഉള്ള ഈ കുഞ്ഞ് ഒരു ഭാവ അല്ലെങ്കിൽ പ്രകടനവും ഇല്ലാതെ കരയാതെ നിശബ്ദനായിരുന്ന ആ മീറ്റിംഗ് കൂടി വലിയ സ്പീക്കറിന് മുമ്പിൽ. ഏമേൻ. എനിക്ക് തോന്നി ഇവനൊരു പ്രസംഗകനാവുള്ള ലക്ഷണമുണ്ട് സോൾ. ഏമേൻ. കാരണം ഇത്രയും വലിയ സൗണ്ടൊക്കെ ഇപ്പോഴേ അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു നല്ല ശുശ്രൂഷകനാകട്ടെ. ഒരു നല്ല ഏമേൻ പറഞ്ഞാട്ടെ. അതിനുശേഷം 1/2 കിലോ കൂടി കുഞ്ഞിനെ അടുത്ത പ്രാവശ്യം പരിശോധിക്കുമ്പോൾ 1/2 കിലോ കൂടിയിരുന്നു. ഓക്കെ. എത്ര നാൾ കൊണ്ട് പിന്നെ നോർമലിലേക്ക് കുഞ്ഞു വന്നത്? 2 കിലോ എന്നുള്ള ഒന്നും ഇല്ലല്ലോ, പറയാോ? 2 കിലോ. അതിനുശേഷം വെയിറ്റ് ഓരോ മാസം ചെല്ലണമെന്ന് പറഞ്ഞു കൂടി തന്നെ. 7 മാസമുള്ള കുഞ്ഞായിരുന്നു. 1.5 കിലോ വെയിറ്റ് ഉള്ളായിരുന്നു. പക്ഷെ ഓരോ ദിവസവും പടിപടിയായ വെയിറ്റ് കൂടി നോർമൽ കുഞ്ഞിനെ പോയി. ഒരു ആരോഗ്യ പ്രശ്നം ഇപ്പൊ അവനില്ല. ഓ വണ്ടർഫുൾ ചെയ്സ്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ആമേൻ. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കുഞ്ഞ്, ഇത് ഇളയാള്. അവന്റെ പേരെന്തുവാ? മോന്റെ പേരെന്തുവാ? മോനെ ആദിയാണ്. ആദിക്ക് ഉണ്ടായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അവനെ സിസ്റ്റർ ആ സമയത്ത് എന്നോട് സ്റ്റേജിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിന് വന്ന സമയത്ത് പറഞ്ഞു എന്ന് പറഞ്ഞേ, എന്തായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രയാസം? എനിക്ക് ഷുഗർ ആയിരുന്നു. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴേ അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോഴേ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ഡയബറ്റിക് കൂടുതലായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ പറയും വെയിറ്റ് ചെയ്യണം, ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അഞ്ചൽ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നയാളാ. പക്ഷെ എന്ത് ചെയ്തു? മോള് ഓരോ പ്രാവശ്യം വന്നപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് അപ്പോഴും ഡോക്ടർ കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ എന്നെ പറയും അടുത്ത മാസം വന്നാൽ മതിയെന്ന് പറയും. ഇതുപോലെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ട് പുറത്തിറങ്ങി പ്രാർത്ഥിക്കും. എന്നിട്ട് ഒന്നും കൂടെ കാണിക്കും. എങ്ങനെയാ? ഞാൻ ഈ കിടക്കില്ല, ഒരിക്കൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ പറയും എങ്കിൽ അടുത്ത മാസം വരണമെന്ന് പറയും. ഇതുപോലെ തന്നെയാണ് 9 മാസവും പോയത്. സിസ്റ്റർ ആള് കൊള്ളവരാണ്. ഓരോ മാസം ഡോക്ടറെ കൂടി പരിശോധിപ്പിക്കും. കിടക്കാൻ ഡോക്ടർ പറയും. അപ്പൊ അടുത്ത മാസം ഒരു പ്രാവശ്യം കൂടെ പരിശോധിക്കാതെ തന്നെ ഡോക്ടർ പറയും അടുത്ത മാസം വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ 9 മാസവും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ഓക്കെ, വണ്ടർഫുൾ. പറഞ്ഞാട്ടെ. അങ്ങനെയാണ് ഈ മോനെ നോർമലായി തന്നെ പ്രസവിച്ചു. അവന് ആരോഗ്യക്കുറവ് ഉണ്ടാകാൻ വഴിയുള്ളിടത്ത് നോർമലായി പ്രസവിച്ചു. എന്നാൽ അത്ഭുതകരമായിട്ട് പറയേണ്ട പ്രധാന കാര്യം, രണ്ടാമത്തെ കുഞ്ഞിനെ വളരെ 2 കാലിനും വളവുണ്ടായിരുന്നു. ബ്രദറെ, എങ്ങനെയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന്റെ സ്ഥിതി? പറയാമോ? 2 കാലിലും നല്ല വളവുണ്ടായിരുന്നു. 2 കാലിലും നല്ല വളവുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഡോക്ടറെ നിങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞപ്പോ? ഗുളിക തന്നായിരുന്നു. കുഞ്ഞിന്റെ ആ കാലിന്റെ വളവിന് വേണ്ടി ഗുളിക. ഓക്കെ. ഗുളിക കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഷൂ ഇടണമെന്ന് പറഞ്ഞു. അതായത് കാലിന്റെ വളവിന് വ്യത്യാസമില്ലെങ്കിൽ ഷൂ ഇടണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. നമ്മള് 3 ദിവസം വരെ ഒരു ഗുളിക കൊടുത്തോളായിരുന്നു. 3 ദിവസം മാത്രമേ അവന് ഗുളിക കൊടുത്തു. അത് ഓർമ്മയുണ്ടോ? ശരിക്കും ഓർമ്മയുണ്ട്. ഓക്കെ. ഞാൻ ഓർമ്മയുണ്ടെന്ന് ചോദിക്കാൻ കാരണം ആ സമയത്ത് നമ്മൾ അല്പം അടിക്കുന്നയാളല്ലായിരുന്നു ആയിരുന്നു. ആ സമയത്ത് മരുന്ന് കൊടുത്തില്ല എന്ന് നല്ല ഉറപ്പാ. 3 ദിവസം മാത്രമേ മരുന്ന് ചെയ്തുള്ളൂ. അതിനുശേഷം എങ്ങനെയാ കുഞ്ഞിന് മാറ്റം ഉണ്ടായി? സൗഖ്യം ഉണ്ടായത് എപ്പോഴാണ്? സൗഖ്യം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മള് അഞ്ജലി വന്നായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇവന്റെ കാല് സാധാരണ പിള്ളേരെക്കാൾ നിവർന്നായിരിക്കുന്നു കേട്ടോ. ഇവനെടുത്ത് ഉയർത്താവോ ബ്രദറെ? മൈക്കം തന്നെ. മോനൊന്ന് ബ്രദറൊന്ന് ഉയർത്തിയവനെ. അവന്റെ കാലെല്ലാവരും കാണട്ടെ. അവന്റെ കാല് ഇന്ന് വളഞ്ഞ കാലല്ല, സാധാരണ പിള്ളേരെക്കാൾ നിവർന്ന കാലാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് ഒന്ന് കൊച്ചു പിള്ളേർക്ക് ചെറിയ വളവെങ്കിലും വരും. ഇവന്റെ കാലിന് എക്സ്ട്രാ ഓർഡിനറി നിവർച്ചയുണ്ട്. താമേ ഇരുന്നായിട്ട് പറഞ്ഞാട്ടെ. അപ്പോൾ ഇവന്റെ കാലിന്റെ വളവ് സൂപ്പർ നാച്ചുറൽ ആയി ദൈവം സൗഖ്യമാക്കി.
മരുന്ന് കഴിച്ചില്ല, സ്പെഷ്യൽ ഷൂ ഇടേണ്ടി വന്നില്ല. ഒരു നല്ല കൈയടി കർത്താവിന് കൊടുക്കാൻ നമുക്ക്. എന്നാൽ അതിന്റെ ഇടയിലും ഞാൻ മദ്യപിക്കുമായിരുന്നു, രാജീവ് മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. സിസ്റ്റർ എങ്ങനെയായിരുന്നു? കള്ളുപിടിച്ച സമാധാനം തരുമായിരുന്നു? സമാധാനം എന്ന് വെച്ചാൽ ആഹാരം കഴിക്കില്ല, ഫുൾ ടൈം മദ്യം തന്നെ. കള്ളു കുടിച്ചു തുടങ്ങിയ തുള്ളി അല്പം ആകുമ്പോൾ ആഹാരം കഴിക്കത്തില്ല. നമുക്ക് തരുമോ? ഒന്നും പറയാൻ വയ്യ കേട്ടോ. വല്ലാത്ത ജോലിയായി ബ്രദർ. അങ്ങനെയൊന്നും ഇവിടെ ഒന്ന് ചോദിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഓക്കെ, ആഹാരം കഴിക്കത്തില്ല. ആഹാരം പോലും കഴിക്കാതെ കള്ളു കുടിക്കുമായിരുന്നു. എത്ര നാളില് ബ്രദർ കള്ളു കുടിച്ചു എന്ന് പറയാം? എത്രാമത്തെ വയസ്സിലാണ് കള്ളു കുടി തുടങ്ങി? എന്തായിരുന്നു കള്ളു കുടിക്കാനുള്ള സാഹചര്യം? എന്തായിരുന്നു? തുടങ്ങിയത് എങ്ങനെയാ? കൂട്ടുകാർ തന്നതാണോ? സ്വയം കണ്ടെത്തി പുള്ളി കുടിക്കാൻ തുടങ്ങിയോ? അച്ഛൻ കഴിക്കുമായിരുന്നു. ഓ, അച്ഛൻ കഴിക്കുന്നയാള് വീട്ടിലപ്പോ കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കള്ളു കുടിക്കാൻ ഒരു പ്രേരണ അത് കാരണമായിരുന്നു. അച്ഛൻ കുപ്പി വീട്ടിൽ കൊണ്ടുവച്ചാണ് കഴിക്കുന്നത്. അതിൽ നിന്ന് കുറേശ്ശെ അടിച്ചോ? ഓ, രഹസ്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു രഹസ്യം പുറത്തു വരുന്നു. സാധാരണ കുഞ്ഞുങ്ങളെല്ലാം കാണിക്കുന്ന ഒരു പരിപാടി അച്ഛൻ കഴിക്കുന്ന വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പം കുടിക്കുമായിരുന്നു. പക്ഷേ പപ്പ കുടിക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചു തുടങ്ങിയില്ല. പപ്പ കുടി നിർത്തിയപ്പോഴേ ഞാൻ കഴിച്ചു തുടങ്ങി. സോ നമ്മുടെ അപ്പന്മാരെ എങ്ങനെയാണോ അത് ഒരു സാഹചര്യം വരെ നമ്മളെ സ്വാധീനിക്കാൻ വഴിയുണ്ട്. തൻ്റെ കള്ളുകൂടിയും അങ്ങനെ തുടങ്ങിയത്. ഓക്കെ, പറഞ്ഞായിട്ട് ബ്രദർ. അപ്പോൾ 18 വയസ്സിൽ കള്ളു കുടിക്കാൻ തുടങ്ങി. എത്ര വയസ്സ് വരെ കള്ളു കുടിച്ച് പറയാമോ? അത് കുടിച്ച് ഇടയ്ക്ക് വെച്ച് അങ്ങ് നിർത്താം. ഇടയ്ക്ക് വെച്ച് കള്ളുകൂടി നിർത്തും. ഓക്കെ, കൂടുതലും പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തുന്നത്. പൈസ ഇല്ലെങ്കിൽ കള്ളുകൂടി നിർത്തും, പൈസ കിട്ടിയ കള്ളുകൂടി തുടങ്ങും. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഒരു 5 വർഷം വരെ പിന്നെ കഴിക്കാതിരുന്നായിരുന്നു. കള്ളു കുടിക്കാതിരുന്നു. ഓക്കെ, പൈസ ഇല്ലാത്ത സമയത്താണ് നിർത്തിയത്. പക്ഷെ 5 വർഷം വരെ നിർത്താതിരുന്നു, കുടിക്കാതിരുന്നു. കല്യാണം കഴിച്ചത്. കല്യാണം കഴിക്കാൻ വേണ്ടി 5 കൊല്ലം കുടിക്കാതിരുന്നു എന്ന് പറയല്ലേ കുറച്ചുകൂടെ നല്ലത്. മോളെ ഏതാ ശരിയടി മോളെ? കണ്ടോ, ഒന്നും പറയാൻ ധൈര്യമില്ല അവൾക്ക് കേട്ടോ. മോള് കല്യാണം കഴിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കാണുന്ന കള്ളു കുടിക്കുന്ന ആളായിട്ടാണോ കള്ളു കുടിക്കാത്ത ആളായിട്ടാണോ? മൈക്ക് ചേർത്ത്. കല്യാണം കഴിഞ്ഞ സമയത്ത് കള്ളു കുടിക്കില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ പഴയ ഇതിനൊക്കെ സ്ഥിതിയായി. ഓക്കെ, എന്നിട്ട് എന്നാ ബ്രദറിനെ ഈ കള്ളുകൂടി മാറാനിടയായി? എന്തായിരുന്നു അതിന്റെ കാരണം പറയാവോ? അത് ആദ്യം പ്രസവിച്ച് അവരെ വീട്ടിൽ പോയായിരുന്നു. ഓക്കെ, എൻ്റെ വീട്ടിൽ പോയായിരുന്നു. ഓക്കെ, അവര് പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ കുടി തുടങ്ങി. പിന്നെ അടി തുടങ്ങി. അടി തുടങ്ങി. വീട്ടിൽ വിളിച്ച് ഫോൺ ചെയ്തപ്പം എന്റെ സംസാരത്തിൽ വ്യത്യാസം വന്ന് 2 ആഴ്ച ആവുന്ന മുമ്പേ വീട്ടിൽ വന്ന്. ഓ, ഇദ്ദേഹം ആ വീട്ടിൽ കള്ളുകൂടി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ നമ്മൾ കൊച്ചുമായിട്ടങ്ങ് ചാടി അല്ലേ? ഓക്കെ, നല്ല കാര്യമാണ്. ഒരു നല്ല ഭാര്യമാരുടെ സ്വഭാവമാണ്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ കർത്താവിനെ. ഓക്കെ, അതിനുശേഷമാണോ മോൾ ഇദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരികയും മദ്യപാനം നിർത്തുകയൊക്കെ ചെയ്തു? ഇപ്പൊ എത്ര നാളായി മദ്യപാനം നിർത്തിയിട്ട്? ഏകദേശം എനിക്ക് 6 കൊല്ലത്തോളമായി ഇദ്ദേഹം നമ്മുടെ ചർച്ചയിൽ വരാൻ തുടങ്ങിയിട്ട്. ഒരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. തന്റെ കുടുംബത്തിലെ മദ്യപാന സ്വഭാവത്തിൽ നിന്ന് ഈ വീടിനെ ദൈവം വിടുവിച്ചു. അത് കൈയടിച്ചു ആമേൻ പറഞ്ഞു. സോളി, നമുക്ക് ഈ രാജീവ് ബ്രദറിനോടൊപ്പം ചേർന്ന് മദ്യപിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദറെ, മദ്യപിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ അതേ കർത്താവിനെ നമ്മളെ കാണുന്ന കുടുംബങ്ങളെ വിടുവിക്കാൻ പറ്റും. മദ്യപിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പകലേശു വിടുവിക്കട്ടെ. കുടുംബത്തിനകത്ത് സമാധാനമില്ല കർത്താവെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുവിച്ച സ്വർഗത്തിന്റെ കരങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ മദ്യപാനത്തിന്റെ ആസക്തി പിടിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. മക്കളെ സ്വർഗം നിറച്ചോട്ടെ. വ്യക്തികളെ രക്ഷിക്കുന്ന ദൈവകൃപ ആളുകൾ, ആ കുടുംബങ്ങൾ കര ഉയർത്തി പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. ഓ, ക്ലേശങ്ങൾ വന്നാലും നിന്ദകൾ വന്നാലും യേശു മതി എനിക്ക്. ക്ലേശങ്ങൾ വന്നാലും നിന്ദകൾ വന്നാലും യേശു മതി എനിക്ക്. ഭാരങ്ങൾ വന്നാലും ലോകം പഴിച്ചാലും യേശു മതി എനിക്ക്. ഈ രാത്രി കുടുംബങ്ങൾ, ഈ പകൽ
കുടുംബങ്ങളെ ദൈവം വിടുവിക്കട്ടെ. അതുപോലെ സോളി ഈ കുഞ്ഞിന് കൊടുത്ത അത്ഭുത സൗഖ്യം നമുക്ക് അതിശയം തോന്നുന്ന കാര്യമാണ്. ഈ സമയത്ത് ആരുടെയെങ്കിലും കാലിന് പ്രയാസമുള്ളവർ എന്നെ കാണുന്നുവെങ്കിൽ സോളി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ ഞങ്ങൾ ഇപ്പോൾ കേട്ട സാക്ഷ്യം പോലെ അപ്പാ കുഞ്ഞിന്റെ കാല് വളഞ്ഞിട്ട് ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു ഷൂ ഇടണമെന്ന് പറഞ്ഞു, ടാബ്ലറ്റുകൾ കഴിക്കാൻ കൊടുത്തു. എന്നാൽ എന്റെ അത്ഭുതകരമായ കർത്താവെ അവിടുന്ന് ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളെ കാണുന്ന വ്യക്തികളിൽ അപ്പാ കാലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവർ കർത്താവെ ജന്മനാ ഉള്ള പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ ജനിച്ച കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ പ്രയാസം കർത്താവെ ഇതിനാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ. ഈ മോൻ അനുഭവിച്ച അതേ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. ഈ മോന്റെ മേൽ പകർന്ന അതേ ദൈവശക്തി വ്യാപരിക്കട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. നീ പറയുമ്പോ ഒരു അമ്മയ്ക്ക് എനിക്ക് കാണുന്നത് 3 മക്കള്. ആ 3 മക്കളുടെ രണ്ടാമത്തെ മകളുടെ കുഞ്ഞ്, ആ കുഞ്ഞും രണ്ടാമത്തെ മോളും അമ്മയും കൂടെ ചേർന്നാണ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. അമ്മയും രണ്ടാമത്തെ മകളും കുഞ്ഞുമായി ചേർന്നാണ് നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. എനിക്ക് ആ വ്യക്തിയെ കാണാം. യേശുവിന്റെ അത്ഭുതകരം ആ കുടുംബത്തെ തൊടുകയാണ്. ആ കുഞ്ഞിനെ ഇന്ന് പകൽ വിടുവിക്കുന്ന നമുക്ക് നന്ദി പറയാം. Right now, Lord, ഈ പകൽ എന്നെ കാണുന്ന കുടുംബത്തെ തൊടണമേ അപ്പാ. ഈ പകൽ ആ കുഞ്ഞിനെ തൊടണം അപ്പാ. ഇപ്പോൾ തന്നെ കാലുകൾക്ക് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളുടെ കാലുകളിൽ നിന്ന് കൈവച്ചാട്ടെ. യേശു പകരുന്ന സൗഖ്യം ഉണ്ടാകട്ടെ. യേശു പകരുന്ന സൗഖ്യം ഉണ്ടാകട്ടെ. യേശു പകരുന്ന സൗഖ്യം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഉണ്ടാകട്ടെ. Right now, Jesus. അങ്ങനെ അത്ഭുതകരം ഉണ്ടാകട്ടെ. അങ്ങനെ അത്ഭുതകരം ഉണ്ടാകട്ടെ. സ്വർഗീയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. Right in the name of Jesus. Right in the name of Jesus. Right in the name of Jesus. Hallelujah. ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. Amen. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. ഈ ബ്രദറിൻ്റെ വീടിനെ മാറ്റിയ കർത്താവാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, നമ്മുടെ വീട്ടിലുമായിരിക്കുന്നത്. അവന് സകലത്തെയും യഥാസ്ഥാനത്താക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിലായിരിക്കുന്ന, നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എങ്കിൽ അതിനെ പൂർണ്ണമായി അനുഗ്രഹമാവുന്ന സ്ഥിതിയിലേക്ക്, നന്മയാകുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ വീട്ടിൽ മദ്യത്തിനടിമയായി അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരികൾക്കടിമയായി പ്രയാസത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. ഈ ബ്രദർ പറയെ 18 വയസ്സ് മുതൽ തനിക്കുണ്ടായിരുന്ന ദുശ്ശീലമാണ് ദൈവം പൂർണ്ണമായി വിടുവിക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ലൈഫിലും കർത്താവ് മതിയായവനാണ്. യേശു മതിയായവനാണ്. യേശു മതിയായവനാണ്. കർത്താവെ ഈ വീടുകളെ തൊട്ടാട്ടെ അപ്പാ. ദുശ്ശീലങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവെ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഇനി അടിമത്തം ആ വീട്ടിൽ വാടരുത്, ആ വ്യക്തികളിൽ വാടരുത്. കർത്താവെ ലഹരിയെ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും, ഇല്ലാതാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ആ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. നിൻ്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. നശിപ്പിക്കുമെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവെ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഓരോ കുടുംബങ്ങളുടെ മേലും അവിടുത്തെ സമാധാനം ചലിക്കട്ടെ, സമാധാനം ചലിക്കട്ടെ അപ്പാ. ദൈവിക സമാധാനം ചലിക്കട്ടെ. കർത്താവ്
ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരിക, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരിക. കർത്താവെ, ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശുവിനെ അറിയുന്ന ഓരോ വീടുകളിലും ആ സമാധാനം വാഴട്ടെ അപ്പാ. ഇരുട്ടിൻ്റെ ആ വാഴ്ച മാറിയിട്ട് ക്രിസ്തുവിൻ്റെ വാഴ്ച ഉണ്ടാകട്ടെ, സമാധാനം വസിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപയുണ്ടാകണം അപ്പാ. യേശുവേ സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ബി വിത്ത് ഗാഡ്. ഗോഡ് ബ്ലെസ് യു. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ.